ആശി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. നവരാത്രി ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളിപ്പോൾ അറൌണ്ട് 7400 ഗൊലു വെച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എവിടെയാണെന്ന്. ശക്തി കൃപയിലാണ്. ലാസ്റ്റ് ഇയർ ആണെങ്കിൽ 5000+ ഗൊലൂസ് ഉണ്ടായിരുന്നു. ഈ വർഷം ആണെങ്കിൽ 7000+ ഗൊലു അവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്രാസിന് വേണ്ടിയിട്ട്. കുറെ യുണീക്ക് പീസസ് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പീസസ് ഒക്കെ ഭയങ്കര യുണീക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇത്രയും എമൗണ്ട് ഓഫ് ഗൊലൂസ് നിങ്ങൾക്ക് ഒരൊറ്റ പ്ലേസിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ മാത്രമായിരിക്കും. നമുക്കെങ്കിൽ അകത്തോട്ട് പോവാം, വരൂ. ഈ വീട്ടിൽ, അതായത് ശക്തികൃപയിൽ വീട്ടിൻ്റെ എൻട്രൻസ് മുതൽ അങ്ങോട്ടേക്ക് ബൊമ്മക്കൊല്ലുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്ക് ഐശ്വര്യവും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഈ നവരാത്രി ബൊമ്മക്കൊലു ആഘോഷം പല അതിഥികൾ വന്ന് തിരികൊളുത്തി സന്തോഷപൂർവ്വം ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ മുഖ്യ അതിഥികളായ നമ്മുടെ മലയാള സിനിമയിലെ സീരിയലിലെയും സിന്ധു വർമ്മ മാഡം ഇതിലേക്ക് പങ്കെടുത്തുമായിരുന്നു. എന്തായാലും ഈ നവരാത്രി ബൊമ്മക്കൊല്ലുകളുടെ കഥകൾ നമുക്ക് കുട്ടു വീരശിവ പോറ്റിയുടെ അടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. നമസ്തേ, ഞാൻ കുട്ടു വീരശൈവ. ഇതെൻ്റെ വീട്ടിലെ നവരാത്രി ബൊമ്മക്കൊലുവാണ്. വീട് പേര് ശക്തികൃപ എന്നാണ്. പേട്ട കവറടി ജംഗ്ഷൻ, മേലാങ്കുടി ഇശയ്ക്കമ്മൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത വീടാണ് ശക്തികൃപ എന്ന് പറയുന്നത്. ഇതിൽ ഈ വർഷത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 9 തീം ബേസിലാണ് ഈ വർഷം ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത്. അതിൽ ബ്രാസ് ഗൊലു അതൊരു പ്രത്യേകമായിട്ട് ഈ വർഷത്തെ ഒരുക്കത്തിലെ ഒരു ഹൈലൈറ്റ് ആണ്. അതുപോലെ എഡ്യൂക്കേഷൻ എന്നുള്ള കൽവി മണ്ഡപം, ഗുരുപരമ്പര, വൈഷ്ണവ ലോകം എന്നുള്ള പാരമ്പര്യ ഗൊലുപടി ഒക്കെ ആയിട്ട് ഈ വർഷത്തെ ഒരുപാട് പ്രത്യേകതയോട് കൂടിയ ഒരു നവരാത്രി ബൊമ്മക്കൊലുവാണ്. ഇതിലെ സന്ദർശകർക്കൊക്കെ എല്ലാ ദിവസവും വന്ന് കാണാനുള്ളൊരവസരം ഉണ്ടായിരിക്കും. രാവിലെ 6:30 മുതൽ രാത്രിയിൽ ഒരു 12-1 മണി വരെയും ആൾക്കാർക്ക് എപ്പം വേണമെങ്കിലും സന്ദർശകർക്ക് വന്ന് കാണാവുന്നതാണ്. ഇതിൽ ഓരോ ബൊമ്മക്കൊലു ശരിക്കും പറഞ്ഞിരുന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ അത്രത്തോളം പറയാൻ പറ്റുമെന്ന് പറയാം, അത്രത്തോളം ലെങ്ത് ആയി പോവും. നേരിട്ട് വന്ന് കാണേണ്ടതാണ് ഈ ഒരു ബൊമ്മക്കൊലുവിൻ്റെ ഒരു പ്രത്യേകതയും അതിലെ ഒരു നമുക്ക് അതിൻ്റെ അഴകും. ഈ വർഷത്തേത് നമുക്ക് വെളിയിൽ തൊട്ടാണ് തുടങ്ങേണ്ടത്. അതിൽ ഗുരുപരമ്പരയിൽ അതിൽ 18 സിദ്ധർ, അതുപോലെ 12 രാശികൾ, അതുപോലെ ശൈവിസം ജെയിൻസ് എന്നുള്ള രീതിയിൽ 63 നായന്മാറുകൾ സെറ്റ് എന്നുള്ളത് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈഷ്ണവ ലോകത്തിൽ സേത്തി സെറ്റ് എന്ന് പറയും. സേത്തി സെറ്റൊക്കെ അത് വൈഷ്ണവ ലോകത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു 11 പടിയും മൊത്തവും വൈഷ്ണവമായിട്ടുള്ള വിഗ്രഹങ്ങൾ മാത്രമായിട്ടാണ് ഈ വർഷം ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഈ വർഷം അഷ്ടമാരിയൊക്കെ ഈ വർഷത്തെ പ്രത്യേകതയാണ്. അഷ്ടദശഭുജ ദുർഗ, പിന്നെ അതുപോലെ തന്നെ നരസിംഹർ, അതുപോലെ തായ്മാറുകൾ, അത് പത്മാവതി തായാറുടെ സെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് സെറ്റ് ഈ വർഷം. അതുപോലെ നവരസങ്ങൾ, പിന്നെ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ എന്നുള്ള ഇന്ത്യൻ കൾച്ചേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ പഴയ ഇപ്പം നമുക്ക് മിക്സിങ് ഗ്രൈൻഡറൊക്കെ വരണതിന് മുന്നേ ആയിട്ടുള്ളത് അരി പുടയ്ക്കുന്നത് എന്ന് വെച്ചാൽ അരി പാറ്റുന്നത്, അതുപോലെ ആട്ടുകല്ലിൽ അരയ്ക്കുന്നത്, അങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തു.
പിന്നെ ഈ വർഷം അവർ പുതിയതായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിലാണ് ബ്രാസിന്റെ കളക്ഷൻസ് ആണ് വെച്ചിട്ടുള്ളത്. ഓരോ പീസസും നല്ല യുണീക്കാണ്. നിങ്ങൾക്ക് ഓരോന്നും ശ്രദ്ധിച്ച് കാണുമ്പോൾ അതിന്റെ ഇത് മനസ്സിലാവും. ഉറപ്പായിട്ടും കണ്ടോ, ഈ ഒരു പീസസ് ഒക്കെ കണ്ടോ, ഈ നമ്മൾ പടിപടിയായിട്ട് ഓരോ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. 108 ഗണപതിയാണ് ഇവിടെ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതില് ശിവൻ പാർവതി, അത് സോമാസ്കന്ദർ എന്നാണ് ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് പറയുന്ന പേര്. സോമാസ്കന്ദർ എന്ന് പറയുന്നത് നടുക്ക് കന്ദറാണ്, അതായത് മുരുകരാണ്, സ്കന്ദനാണ്. അപ്പൊ സോമാസ്കന്ദർ എന്നാണ് പേര്. സോമനാഥനും അതിലെ സ്കന്ദർ എന്നുള്ളതാണ്, സോമാസ്കന്ദർ എന്നുള്ളത്. ഇത് 3 ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇതേ പ്രതിഷ്ഠയായിട്ട് നിലവിൽ ഉള്ളൂ ഇപ്പം. പിന്നെ ഇതില് ഋഷഭവാഹനമായിട്ട് അമ്മയപ്പൻ ഋഷഭവാഹനത്തിൽ എഴുന്നള്ളത് കഴിഞ്ഞ് അവരുടെ ലാസ്യം എന്നുള്ള രീതിയിലുള്ള അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സെറ്റ് ഗണപതിയാണ്. ഈ 108 ഗണപതിയിൽ 107 പിത്തള ഗണപതിയും 1 വെള്ളി പിള്ളയാർ. എല്ലായിടത്തും നാഞ്ചിനാട്ട് ഇതില്, അതുപോലെ തന്നെ അങ്ങോട്ട് കുറച്ച് കുംഭകോണം ആ സൈഡിലൊക്കെ ആണെങ്കിൽ തിരുനെൽവേലിക്കപ്പുറം ഏറ്റവും കൂടുതൽ ഒരു മരപ്പാച്ചി. അത് വീട്ടില് നമുക്കൊരു ആദ്യത്തെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മരപ്പാച്ചി ഉമ്മ നമുക്ക് തരും. അപ്പൊ ഇത്രയും തലമുറയാണ് നമ്മുടെ വീട്ടിന്റെ റെഡി. നമുക്ക് അത് എവിടെ എപ്പോഴും വീടിന് ഓപ്പോസിറ്റ്, അതായത് അകത്തോട്ട് ഫേസ് ചെയ്യണം. നമുക്ക് പൊങ്കപ്പടി പാത്രം എന്ന് പറയും. പൊങ്കലിന് പൊങ്കപ്പടി. അന്ന് എൻ്റെ ആച്ചിയുടെ കല്യാണത്തിന് തന്നെ 1 കാളവണ്ടി നിറയാണ് പിത്തളപാത്രം കൊടുത്തത്. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ശരിക്കും പറഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ബാക്കിയെല്ലാം നമ്മൾ ഇന്നും ഒന്നും കളയാതെ എല്ലാം സൂക്ഷിച്ചു. ഇത് ചോറ് തട്ടണ ഇതാണ്, ഡെയിലി ചോറ് അളന്ന് തട്ടുന്നത്. അതെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ കൊടുക്കാറുമില്ല ഒഴിക്കുന്നത്. പക്ഷെ താഴോട്ട് ഓവർഫ്ലോ ആക്കി കറക്റ്റ് ഓരോ തുള്ളിയായിട്ടേ വീഴത്തുള്ളൂ. അത് തങ്കഭസ്മം നീറ്റുന്ന കുടുംബമാണ് നമ്മുടെ മുൻ തലമുറ. അപ്പൊ അതില് ആ കാലത്ത് നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ചക്രം, അതായത് നമ്മുടെ ട്രാവൻകൂർ സിമ്പിൾ വെച്ചിട്ടുള്ള ഒരു താമ്പാളം, 2 തൂക്കുവിളക്ക്, അങ്ങനെ കുറച്ച് പാത്രങ്ങൾ അന്നത്തെ കാലത്ത് തന്നിട്ടുണ്ട്. അതും നമ്മുടെ ഈ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അന്നൊക്കെ ചെമ്പോലയില് നമുക്ക് വാരാഹി ദേവിയില് ആത്മീയതയിലോട്ട് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത്. അപ്പം അതിനകത്ത് മതം, മാത്സര്യം, കാമം, ക്രോധം, ലോഭം അതെല്ലാം അസുരനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയതയിലോട്ട് എത്താം. പഴമയായ എന്നുള്ള വിഗ്രഹമുള്ളത് ക്ലിഫ് ഹൗസിന്റെ അടുത്തായിട്ട് വാരാഹി ദേവിയുടെ ഒരു, അതായത് നമ്മുടെ കുറുപ്പത്താട്ടില്ലേ അതിന്റെ തൊട്ടടുത്തായിട്ട് ക്ലിഫ് ഹൈന്ദവരിലുള്ളത് മാവിളക്കിന്. അതുപോലെ വാരാഹിക്ക് മരവള്ളിക്കിഴങ്ങ്, അത് മരിച്ചിനി നല്ലപോലെ വേവിച്ച് അത് സ്മാഷ് ചെയ്ത് അതിൽ വിളക്കുണ്ടാക്കി, സ്വീറ്റ് പൊട്ടറ്റയും ഓക്കെ അതും ചെയ്തിട്ട് മാവിളക്ക് ദേവീക്ഷേത്രങ്ങളിലും കാർത്തിക, അതായത് വൃശ്ചിക മാസം ശ്രീകണ്ഠേശ്വരനും കൊടിമരച്ചോട്ടിൽ വിളക്കിടണം. ശ്രീകണ്ഠേശ്വരന് കൊടിമരച്ചോട്ടിൽ ഇടാം. ദേവി ക്ഷേത്രങ്ങളിൽ ഇത് ആടിമാസം, ചിത്തിരമാസം, ഇത് മേടമാസം ഒക്കെ ചെയ്യാം. സിദ്ധറുകൾ, ഇത് നമ്മുടെ 18 സിദ്ധർ സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് സിദ്ധന്മാരുടെ 18 സിദ്ധർ കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഔവയാറ്, തിരുവള്ളുവർ, ഇത് വേദവ്യാസൻ, അതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് 3 ആഡ് ചെയ്തിട്ടുള്ള ഇത് നമുക്ക് സിദ്ധന്മാരുടെ തുല്യം തന്നെയാണ്. ഇതില് 63 നായന്മാർകൾ സെറ്റാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകതയായിട്ട് ഒരുക്കിയിട്ടുള്ളത്. 63 നായന്മാർകളും അതുപോലെ തന്നെ തൊണ്ടറുകളും കൂടെ ചേർന്നിട്ടുള്ളത്. 12 രാശിയാണത്, 12 രാശി. ഇത് അയ്യനാർ 18ആം പടി കറുപ്പർ. ഇത്
അങ്ങനെ കുട്ടുപോറ്റിയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, അത്രയും ഡീറ്റെയിൽ ഇതാണ് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം ബ്രാസ് കളക്ഷൻ ആയാലും ഗൊലുവിൻ്റെ ആയാലും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും അപ്പോഴാണ് മനസ്സിലായത്. അതുകൂടാതെ തന്നെ അമ്പലത്തിൽ ഒരു ഡാൻസിൻ്റെ പ്രോഗ്രാം കൂടെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ കുട്ടുപോറ്റിയായിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. വളരെ ഹാപ്പി ആയിരുന്നു അവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന്. പിന്നെ അതുകൂടാതെ സിന്ധു മാമിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ ഹാപ്പി ആയിരുന്നു. അഷ്മിതയെല്ലാം നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും മാക്സിമം ടൈം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഈ നവരാത്രി ഡേയ്സിനകത്തൊന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ ബൊമ്മക്കൊലു വന്ന് വിസിറ്റ് ചെയ്യാം. രാവിലെ 6:30 മുതൽ രാത്രി 12 മണി വരെ ആ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് സന്ദർശിക്കാം. ലൊക്കേഷൻ എന്ന് പറയുന്നത് പേട്ട കവറടി ജംഗ്ഷനിലാണ്. അതും നമ്മളെ പേട്ട യശക്കി അമ്മൻ അമ്പലത്തിലെ തൊട്ടടുത്താണ് കുട്ടുപോറ്റിയുടെ വീട്. അവിടെയാണ് ശക്തികൃപ എന്ന് പറഞ്ഞ വീടാണ് വീട്ടുപേര്. അതിലേക്ക് എല്ലാവരും വന്ന് സന്ദർശിക്കുക. ഒക്ടോബർ 2 വരെയാണ് ഉള്ളത്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.